വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പവിത്ര സുരി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലൂബെറി കേക്കാണ്. അപ്പോൾ ഈ ബ്ലൂബെറി കേക്ക് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് വാനില എസൻസ് ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. എല്ലാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് 1/2 കപ്പ് മൈദയാണ്. 1/2 കപ്പ് മൈദ നമ്മൾ ഒരു അരിപ്പയ്ക്കകത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മളിവിടെ സാധാരണ എപ്പോഴും 1 കപ്പ് മൈദയല്ലേ എടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ 1/2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് അത് 3 തവണ നന്നായിട്ടത് അരിച്ചെടുക്കണം. നമ്മളിവിടെ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല, അതേപോലെ തന്നെ നന്നായിട്ട് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെട്ടെന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് മുട്ട അടിച്ചു കൊടുക്കാം. മുട്ട ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ട നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരണം. വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് നന്നായിട്ട് വരണം. ഇനി നമ്മളിവിടെ എടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ പൊടിച്ചിട്ടില്ല. പഞ്ചസാര പൊടിക്കാത്ത സാധാരണ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. അതിട്ട് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർക്കുന്നത്. ഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ അധികമൊന്നും ബീറ്റ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ചെറുതായിട്ടേ ബീറ്റ് ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു 1/2 കപ്പ് നമ്മുടെ ബ്ലൂബെറി ക്രഷാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ വാനില എസൻസ് ചേർത്തെന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നും വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൂബെറി ക്രഷൊക്കെ ചേർത്തുകൊണ്ട് അതിൻ്റെ മണമൊന്നും കിട്ടുമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ബേക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഓവനിൽ ഞാൻ 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം നമ്മുടെ കേക്ക് ബോർഡിലോട്ട് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി അടുത്തത് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ലായനി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ അതിലോട്ട് കുറച്ച് ബ്ലൂബെറി ക്രഷും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാര ലായനിയായിട്ട് നമ്മുടെ കേക്കിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ കുറേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ജ്യൂസി ആയിരിക്കണം. പിന്നെ ഇത് നന്നായിട്ട് ചേർക്കുമ്പോൾ നല്ല കേക്കിന് നല്ല ടേസ്റ്റും കൂടി കിട്ടും. ബ്ലൂബെറിയുടെ ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് നമ്മുടെ നൈഫ് വെച്ച് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ബ്ലൂബെറി ക്രഷും കൂടി നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തത് ഇതിനകത്ത് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഫില്ലിംഗ് ആയിട്ടാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ലെയറും കൂടി വെച്ച് കൊടുത്തിട്ട് ഈ പ്രോസസ്സ് നമുക്കൊന്നും കൂടി തന്നെ തുടർന്നുകൊണ്ടിരിക്കാം. നമ്മളെല്ലാ ലെയറിനകത്തും നന്നായിട്ട് ക്രീം തേക്കാൻ നന്നായിട്ട് നോക്കണം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ലെയറിലും ടൂട്ടി ഫ്രൂട്ടി വെച്ച് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് എല്ലാം നല്ല സെറ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഹേർട്ട് ഷേപ്പിലോട്ട് ആക്കിയെടുക്കണം. ഹേർട്ട് ഷേപ്പിലോട്ട് ആക്കിയെടുക്കാനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ കേക്കിൽ ഒരു ക്രോസ് വരച്ച് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ സൈഡിലത്തെ ആ 2 ഭാഗങ്ങൾ ജസ്റ്റ് ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ നമ്മൾ മുറിക്കണം. ഇപ്പം ഞാനിവിടെ ക്രോസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്തിരിക്കുന്ന പോലെ വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഒക്കെ ഉണ്ട്. ഇനി നമ്മൾ ഈ വെക്കുന്ന ഭാഗത്തോട്ട് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് ഒട്ടിയിരിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് നമ്മുടെ സർക്കിൾ മോൾഡിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഹാർട്ട് ഷേപ്പിൻ്റെ മോൾഡ് മേടിക്കണം എന്നൊന്നുമില്ല. നമുക്ക് സർക്കിൾ മോൾഡായാലും മതി. ഇപ്പോൾ ഞാൻ എല്ലാം ഒട്ടിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്കിനിയിപ്പോൾ ക്രം കോട്ട് ചെയ്യാൻ തുടങ്ങാം. ഇപ്പം നമുക്ക് ക്രം കോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ക്രീമൊക്കെ നന്നായിട്ട് തേച്ച് വെക്കാൻ തുടങ്ങുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തോട്ടും നന്നായിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. നമ്മുടെ ക്രീം തേക്കുമ്പോഴത്തേക്കും എഡ്ജസൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം തേക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ക്രം കോട്ടൊക്കെ ചെയ്ത് നന്നായി സൂപ്പറാക്കി നമ്മുടെ എടുത്തിട്ടുണ്ട്. എഡ്ജസ് കറക്റ്റ് ആവാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലേ കാർഡൊക്കെ എടുത്തിട്ട് പതുക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തൊക്കെ കൊടുക്കാം. നമ്മുടെ പ്ലേ കാർഡ് കൊണ്ട് നമ്മുടെ കേക്കിൻ്റെ എഡ്ജസൊക്കെ അപ്പോൾ നന്നായിട്ട് ശരിയാകും. കണ്ടോ, ഇപ്പം നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കിനി ഫ്രിഡ്ജിലോട്ടൊക്കെ തണുപ്പിക്കാൻ വെക്കണം.
നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ഫൈനൽ കോട്ട് ചെയ്ത് നന്നായിട്ട് തണുപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡിസൈനൊക്കെ ഞാൻ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രാപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് പേൾ ഡിസൈനാണ്. ഇതിപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് ലുക്ക് കിട്ടണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മുടെ ഈ ഹെഡ് ഡിസൈന്. അപ്പോൾ ഞാൻ തോന്നി നമുക്കൊന്ന് പേൾ ഡിസൈൻ ചെയ്ത് നോക്കാമെന്ന്. അതുകൊണ്ട് ഞാൻ പേൾ ഡിസൈനാണ് ഇപ്പോൾ ചെയ്യുന്നത്. കേക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പേൾ ഡിസൈൻ തന്നെ ചൂസ് ചെയ്തത്. ഇതിപ്പോൾ അതേപോലെ തന്നെ ഞാൻ താഴെ വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ മുകളിലും അതേപോലെ തന്നെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഹേർട്ടിൻ്റെ ഇതാകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ നമ്മുടെ കേക്കൊക്കെ നമ്മൾ ഹേർട്ട് ഷേപ്പിലോട്ട് ആക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഇത് ഒരുപാട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളത്തിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കോൺഫ്ലവറാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്തിട്ട് കുറച്ച് പഞ്ചസാര സിറപ്പും പിന്നെ നമ്മുടെ ബ്ലൂബെറി ക്രഷും കൂടി നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മുടെ ഈ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പം ഇതേപോലെ നന്നായിട്ട് പിങ്ക് സിറപ്പ് കിട്ടും. പിന്നെ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചാലും മതിയാകും. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ പിങ്ക് സിറപ്പ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഒരു പേൾ ഡിസൈനും കൂടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 ലെയർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അവിടെ BTS എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ BTS എന്ന് ആർമി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ.